വീഡിയോയെ വർത്താനം പറഞ്ഞോ. മോളിക്കേറെ സമ്മതിക്കില്ലേ? എടാ ആൾക്കാരെയൊക്കെ കുറച്ച് നോക്കി വെച്ചോട്ടാ. പാർട്ടികളൊക്കെയാൻ മതിയല്ലേ? ഇതിന്റെ സൗണ്ട് ജാതി റെക്കോർഡിംഗ് ആണ്. മുന്നിലേക്ക് കയറി വരുന്നത് പ്രത്യേക അഭ്യർത്ഥിക്കുന്നു. അവരവരുടെ സീറ്റിലിരിക്കുക. കല്യാണത്തിന് വേടാ പുതും നീ കോട്ട് വേട കോട്ട് വേടില്ലേ എടുക്കാൻ പറ്റണില്ലേ? കോട്ട് വായിട്ടുള്ള ഇങ്ങനെ എടുക്കുക.
ശേഷം നമ്മൾ ഒരു ഒത്തുചേരലിന് വേണ്ടി ഇവിടെ സംബന്ധിച്ചിരിക്കുക. അപ്പം അതിൻ്റെ ചടങ്ങ് ആരംഭിക്കാൻ പോവുകയാണ്. പതിവ് പോലെ തന്നെ നമുക്ക് പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് 1990 അന്ന് പ്രാർത്ഥന ചൊല്ലിയിരുന്ന നമ്മുടെ ശ്രീദേവി കൂട്ടരും തന്നെയാണ് ഇന്നും ഇവിടെ പ്രാർത്ഥന ചൊല്ലുന്നത്. ആ ഒരു പ്രത്യേക അറിയിപ്പുകൾ അറിയിക്കുന്നു. താങ്ക് യു ശ്രീദേവി. ചിലർ ഇവിടെ വരുന്നത് നമുക്കറിയാം. നമ്മൾ 90ലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മുടെ ഹെഡ് മാഷ് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും സമ്മാനം ഈ സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? ശരിയാണെന്ന് കഴിഞ്ഞ് നമ്മളെ പ്രത്യേക ക്ഷണപ്രകാരം നമ്മളുടെ തിരക്കുള്ള സമയങ്ങളെല്ലാം ഒഴിച്ചു വെച്ചിട്ട് നമ്മളുടെ പരിപാടിക്ക് എത്തിച്ചേർന്ന വിലയേറിയ നമ്മളുടെ സമയത്തിന് വില കൊടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി മാറ്റിവെച്ച നമ്മളുടെ മാഷുമാരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് ബാക്കിയുള്ളവരെയൊക്കെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾക്ക് ഈ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തോളം കഴിഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെയായിട്ട് നമ്മളൊരു ഭാരവാഹിത്വം ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മളതിൻ്റെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അത് സൂട്ടബിളായിട്ടുള്ള ആളുകൾ തന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ 90 ബാച്ച് സ്റ്റുഡൻറ്റ് മിസ്റ്റർ സുബ്രഹ്മണ്യൻ നമ്മളുടെ വൈസ് പ്രസിഡന്റ് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി വേദിയിലേക്ക് പ്രത്യേകം ക്ഷണിക്കുന്നു. ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന 90 ബാച്ചിന്റെ പ്രസിഡന്റ് ഷെജിൻ, അതുപോലെ നമ്മുടെ ഈ സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്ന രാധാകൃഷ്ണൻ മാസ്റ്റർ, ജോസ, ശശികല ടീച്ചർ, അച്ചാമ്മ ടീച്ചർ, വാസന്തി ടീച്ചർ, ലളിതാബായി ടീച്ചർ, സ്നേഹം നിറഞ്ഞ എൻ്റെ സഹപാഠികളെ, സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷത്തോടും അതിനേക്കാളുള്ള അഭിമാനത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. എന്തുകൊണ്ട് എന്നാൽ 29 വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് പഠിച്ച നമ്മളുടെ സുഹൃത്തുക്കളെ ഒരുമിച്ച് കാണാനും അവരോട് സന്തോഷം പങ്കിടാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശം കൊണ്ട് പുണ്യമാവുകയും അദ്ദേഹത്തിന്റെ തിരക്കുകയാണ് വിളക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് കാരമുക്ക് എന്ന പ്രദേശത്ത് പ്രകാശം പരക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സരസ്വതി വിദ്യാലയം കൂടി ഇവിടെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് SNGS എന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടായത്. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നമ്മുടെ എല്ലാം പ്രബന്ധരായ ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിൽ പഠിക്കാൻ സൗഭാഗ്യം ലഭിച്ചത് ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കണക്കാക്കുന്നത്. അതുപോലെ വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ 90 ബാച്ച്
രൂപം നൽകിയത്. അതിന് നേതൃത്വം നൽകിയ ബിബിൻ, അതുപോലെ ഷെജിൻ മാസ്റ്റർ, ഷോയി, ഷിനോയി, സന്ധ്യ, ദീപ, ജോബി എന്ന എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ആദ്യമായി എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അവരുടെ പ്രവർത്തന ഫലമായാണ് ഒരു വർഷം മുമ്പ് നമുക്ക് ഒരു 250ഓളം വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ ആദ്യത്തെ കൂടിച്ചേരലുണ്ടായത്. അതിനുശേഷം നമ്മളിപ്പോൾ രണ്ടാമത്തെ കൂടിച്ചേരലാണ്. എന്തുകൊണ്ട് നിർഭാഗ്യവശാൽ വളരെ സ്ട്രെങ്ത് കുറവാണ്, എന്താണ് മനസ്സിലാവുന്നില്ല, എല്ലാവരും എത്തിച്ചേരുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഈ ഗ്രൂപ്പിന്റെ ഉദ്ദേശ ലക്ഷ്യം വളരെ നല്ല ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മുടെ ഈ ഗ്രൂപ്പ് ഫോം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒപ്പം പഠിച്ച വിദ്യാർത്ഥികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അമേരിക്ക, USA, ബ്രൂണ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ മേഖലയിൽ ജോലി ചെയ്ത് പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ ഇവിടെ തന്നെ ബിസിനസ് രംഗത്തും മറ്റ് സംസ്ഥാന സർവീസുകളും പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാവരെയും കൂട്ടിയോജിച്ചുകൊണ്ട് നമ്മളിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും അസുഖം ബാധിച്ചോ അല്ലെങ്കിൽ വേറെ ഏത് രീതിയിലുള്ള സഹായമാണെങ്കിലും ആ സഹായങ്ങൾ നൽകിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ പഠിച്ച സ്കൂളിലെ ഈ സ്കൂളിൽ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും തരത്തിൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ ആ സഹായം നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ ഗ്രൂപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികളുടെ കായിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കലാരംഗത്തുമുള്ള അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അവരെ അനുമോദിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ 90 പേജിന്റെ പ്രസിഡന്റ് ശിഷേജിൻ, അതുപോലെ സെക്രട്ടറി ഷോയ്, ട്രഷറർ നിമ്മി, ഇവർക്കും ആ ടീമിനൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും ജഗദീശന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് എല്ലാ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ പ്രിയങ്കനായ ഷെജിൻ മാസ്റ്റർ അവരുടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ആ 90 ബാച്ചിന്റെ കാലഘട്ടം. ഈ സ്കൂളിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന കാലഘട്ടം. ഈ സ്കൂളിനെ സമീപത്തുള്ള സ്കൂളിനെ താരതമ്യം ചെയ്യുമ്പോൾ വളരെ നല്ല പേരും പ്രശസ്തിയും ഉണ്ടായിരുന്ന കാലഘട്ടം. SHSന്റെ സുവർണ്ണ കാലഘട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു കാലഘട്ടമാണ് രാധാകൃഷ്ണ മാസ്റ്റർ HM ആയിരുന്നത്. ആ രാധാകൃഷ്ണ മാസ്റ്ററെ നമ്മുടെ മുൻ പ്രധാന അധ്യാപകനെ ഏറെ ബഹുമാനത്തോടെ ഏറെ സ്നേഹത്തോടെ ഞാൻ രാധാകൃഷ്ണൻ സാർ. അടുത്തായി സ്നേഹബഹുമാനം കൊടുക്കുന്നതിന് പ്രീതിന്. അടുത്തായി സമാജം എന്ന സ്കൂളിനെ SLC വരെയുള്ള സ്കൂളിന് +2 വരെ ഉള്ള അംഗീകാരം കിട്ടി. ആ സമയത്ത് നമ്മുടെ പ്രധാന അധ്യാപികയായിരുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശശികലൻ ടീച്ചറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. നമ്മുടെ മറ്റൊരു HM-ആയ സരസ്വതി ടീച്ചറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. ലളിതമായി ടീച്ചറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അച്ചാമ്മ ടീച്ചറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വാസന്തി ടീച്ചറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട രാജി ടീച്ചറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് തൃശൂർ പാർലമെന്റിന്റെ മുൻ മെമ്പറും സത്യസന്ധനും തികഞ്ഞ പാർലമെന്റുമായ
ജയദേവന്റെ ഭാര്യയും ജയദേവൻ സാറിന്റെ ഭാര്യയും നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചറുമായ രമാദ ടീച്ചറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തോളൂ. നമ്മുടെ പ്രിയങ്കരനായ ഡ്രില്ല് മാഷ് ജോസ് മാഷെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളൂ. ഇന്നത്തെ 90 ബാച്ചിന്റെ ഈ ആഘോഷത്തിൽ എത്തിച്ചേർന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അതുപോലെ അനുമോദനം ഏറ്റുവാങ്ങുന്നതിനെത്തിയുള്ള എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി എല്ലാ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അഭിനന്ദനായ കുമാരെ, പ്രിയപ്പെട്ട സഹപാഠികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമായി ഒരു ക്ഷമ ചോദിക്കുകയാണ്. നമ്മൾ കുറേ അധികം പേരെ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നു. എത്ര പേരൊന്നും വന്നു കാണുന്നില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എങ്കിലും എൻ്റെ കർത്തവ്യത്തിലേക്ക് അധ്യക്ഷപ്രസംഗത്തിലേക്ക് കിടക്കുകയാണ്. നമ്മളിപ്പോൾ ഏതാണ്ടെന്നല്ല 30 കൊല്ലമായി ഇവിടെ നിന്ന് പഠിച്ചു പോയിരുന്നു. നമ്മൾ പല മേഖലകളിലെത്തി. നമ്മളെ ഇവിടെ നിന്ന് പല മേഖലകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ കൂടെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇത് എന്നെ മാത്രമല്ല നിങ്ങളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ ധന്യമായിട്ടുള്ളൊരു മുഹൂർത്തമാണ്. നമുക്കങ്ങനെ എപ്പോഴും കിട്ടുന്ന ഒരു കാര്യമല്ല. എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ഈ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് ഏതാണ്ട് 1 വർഷത്തോളമായി. നമ്മൾ പലവിധ ആക്ടിവിറ്റികളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഫോം ചെയ്തതന്നെ നമ്മളിപ്പോൾ അതൊരു സംഘടനയാക്കി മാറ്റി. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. ഏതാണ്ട് 1 വർഷം മുമ്പ് നമ്മളുടെ സഹപാഠിയായിരുന്ന ബിനു CS ടണ്ടിയിലാണ് പഠിച്ചിരുന്നത്. ബിനു ഒരു വാട്സാപ്പ് ഗ്രൂപ്പായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ബിനു അങ്ങനെ നമ്മൾ കുറച്ച് പേരൊക്കെ ആഡ് ചെയ്തു. എന്നെ ആഡ് ചെയ്തു, ഷിനോയ്, സുധീർ, അങ്ങനെ കുറച്ച് പേരെ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മുടെ കൂടെ പഠിച്ച എല്ലാ സഹപാഠികളുടെയും നമ്മളെ പഠിപ്പിച്ച എല്ലാ ടീച്ചർമാരുടെയും ഒരു കൃത്യമായിട്ടുള്ള വിവരശേഖരണം നടത്തേണ്ടായി. കൃത്യമായിട്ടുള്ളൊരു ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എല്ലാവരുടെയും ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ വന്ന് രജിസ്റ്റർ നോക്കി എല്ലാവരുടെയും പേരും അഡ്രസ്സും കളക്ട് ചെയ്തു. അങ്ങനെ എല്ലാവരുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ഉണ്ടാക്കി. അങ്ങനെയാണ് നമ്മുടെ ഈ ഗ്രൂപ്പ് ഇന്നത്തെ ഒരു നിലയിലേക്ക് ഫോം ചെയ്തത്. ഏതാണ്ട് 266 പേര് നമ്മൾ അന്ന് 6 ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് തോന്നുന്ന ഒരു 4-5 പേര് മാത്രമാണ് നമുക്കിപ്പോഴും മിസ്സിങ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാവരും അഡ്രസ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആണ് നമ്മൾ ഈ ഗ്രൂപ്പ് ഫോം ചെയ്തത്. അപ്പം ഞാൻ ഈ സന്ദർഭത്തിൽ ബിനുവിനെ പ്രത്യേകം ഒന്ന് ഓർമ്മിക്കുകയാണ്. കാരണം ബിനു ആണ് ഇതിന് തുടക്കം ഇട്ടത്. ഇങ്ങനെ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പായിട്ട് തുടങ്ങിയെങ്കിലും ഇപ്പം നമ്മളതിന് കൃത്യമായിട്ടുള്ള ഒരു സംഘടനയുടെ ഫോമിലേക്ക് മാറി. നമ്മൾ സംഘടനയുടെ നടത്തിപ്പിന് വേണ്ടിയിട്ട് അതിൻ്റെ ഭാരവാഹികളെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സംഘടനയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സ്കൂളിലെ സമർത്ഥരായ നിർധനരായ വിദ്യാർത്ഥികളെ സഹായിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളുടെ സംഘടനയിലെ അംഗങ്ങളെയും അതുപോലെ ടീച്ചർമാരെയും നല്ല രീതിയിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എന്ത് സഹായമാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. ഇങ്ങനെ 2 ലക്ഷ്യങ്ങളാണ്. അത് പരസ്പര കൂട്ടായ്മയും സഹകരണത്തോടും കൂടി നല്ല രീതിയിലുള്ളൊരു മാതൃകാ സംഘടനയായിട്ട് നടന്നു പോകണം എന്നുള്ളതാണ് നമ്മളുടെ പ്രധാന ലക്ഷ്യം. ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ മുൻ ഹെഡ് മാസ്റ്റർ രാധാകൃഷ്ണൻ മാസ്റ്ററെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അദ്ദേഹത്തിന് ഒരു നിറഞ്ഞ കൈയോടുകൂടി നല്ലൊരു കൈയടി കൊടുക്കണം.
ഹെഡ്മാഷെ ഞാൻ പ്രത്യേകം ക്ഷണിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മറ്റ് അധ്യാപകന്മാരെ, ഞങ്ങളുടെ ആ ബാച്ചിൻ്റെ ഓർമ്മ ഇടയ്ക്ക് വരുമ്പോൾ നല്ല ബാച്ചിലെ മുന്നിലാണ് നമ്മുടെ കാലഘട്ടത്തിൻ്റെ അല്പം ഭയപ്പെട്ടുകൊണ്ട് കുട്ടികളെ പരിശീലിക്കുന്നതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. കാരണം അവരെ അതുവരെ പഠിപ്പിച്ചതിൻ്റെ പഠിപ്പിക്കുന്നത് കൽപ്പനായിരുന്നു. അപ്പം അത് വിട്ടുകൊണ്ട് ആ സ്ഥാനം നിലനിർത്താൻ അത് ശ്രമിച്ചപ്പോൾ അതല്ല ഞങ്ങളുടെ പേരെ എന്നിട്ട് തിരിച്ചെടുത്ത് കാര്യം ആ ഒരു പല നീക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഞാൻ പേരെല്ലാം അല്പം ഒഴിവാണ്. അങ്ങനെയാണ് ഈ പറഞ്ഞ ജാതിയൊക്കെ വിളിക്കുന്നു, രക്ഷാകർത്താക്കൾ വിളിക്കുന്നു. കാരണം അന്ന് എല്ലാവരും കൂടുതലൊന്നും ചെയ്യാനില്ല. ഇതങ്ങനെ നന്നായി നോക്കണമെന്നുള്ള നാട്ടിൽ ഞാൻ അന്നത്തെ മാനേജറായിരുന്ന പ്രൊഫസർ കാണുന്നില്ല. അദ്ദേഹത്തെ പോയി സംസാരിച്ചപ്പോൾ എന്ത് നല്ല കാര്യങ്ങൾക്കും താങ്കൾ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ, ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ എല്ലാം ഞങ്ങൾ ചെയ്തു തരും എന്ന് ഉറപ്പാണ്. ധൈര്യം വെച്ച് നിങ്ങൾക്ക് ആ കാര്യത്തെ മുന്നോട്ട് പോകാം. അങ്ങനെ ആ സ്ഥാപനം മുഴുവനായിട്ട് സ്ഥാപനത്തിന് ഞാൻ എങ്ങനെയല്ല നമ്മളൊക്കെ വേണ്ടതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പ്രതിഷേധം രണ്ട് വീട്ടിൽ പോയിട്ട് ഒരു ഗുണമുള്ള കപ്പയല്ല എന്ന് പറഞ്ഞ് ആ കൊല്ലത്ത് അവനങ്ങൾ തടഞ്ഞതിന് ശേഷം മാത്രം മുന്നോട്ട് പോകാൻ ഡെലിഗേറ്റ് ചെയ്തപ്പോൾ ഈ സ്കൂളിൽ നിന്ന് സമരം എന്നൊരു വിട്ടുപോയിരിക്കുന്നു. അന്നത്തെ നിലയിൽ സംഭവിച്ചു. പിന്നീട് അവർ റിസൾട്ട് നടത്താൻ പിന്നെ ഓരോരുത്തരെയും ഓരോ തരത്തിൽ വിളിച്ചുകൊണ്ട് സഹായങ്ങളാണ് വേണ്ടി അങ്ങനെ വൈകിട്ട് സഹായങ്ങൾ എത്രയോ നല്ല സഹായങ്ങളാണ് നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ച് വളരെ അതെല്ലാം കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അതനുസരിച്ച് വന്നു കഴിഞ്ഞു. അതിന് കുറച്ചൊക്കെ എൻ്റെ പങ്കുകൊണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിലും മറ്റുള്ള സ്കൂളുകളെ നോക്കിയാൽ നമ്മൾ നല്ല നിലയിലാണ് പിന്നെ കുട്ടികൾക്ക് കാര്യങ്ങളിലൂടെ അധ്യാപകരുടെ ഞാനും വിദ്യാർത്ഥിയായിരുന്നു. വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ നമുക്ക് സമയപരമനുസരിച്ചുള്ള കുട്ടികളാണ്. അവിടേക്കാണ് എന്നെ കൊണ്ടുവരുന്നത് തോന്നി നമുക്കാവോ. പക്ഷേ ആദ്യത്തിന് പൊതുവെ പിന്നെ എന്തെങ്കിലും മാക്സിമം റിസൾട്ട് അതിനെന്തൊക്കെ നമുക്ക് ചെയ്യണം ചെയ്യണം മാനേജ് ചെയ്യണമെന്ന് മാനേജ് ചെയ്യണം ഏറ്റവും ചെയ്യണം. അധ്യാപകന്മാരെ ആദരിക്കുവാനുള്ള ചടങ്ങാണ്. അതിനുവേണ്ടി അത് വിശകലനം ചെയ്യുവാൻ വേണ്ടി നമ്മളുടെ ഒരു സുന്ദരി കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളുടെ ഇവിടെ പഠിക്കുന്ന നമ്മുടെ സിജിയുടെ മകൾ. We would like to invite രേവതി, come on the stage. എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പൊ വിദ്യാർത്ഥികളൊന്നുമല്ല, എല്ലാവരും വലിയ വലിയ പൊസിഷനിലേക്ക് എത്തി ഭയങ്കര ആൾക്കാരെ കേട്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നിങ്ങൾ 30 വർഷത്തിന് ശേഷമാണ് ഈ സ്കൂളിനോടൊക്കെ വിട പറഞ്ഞിട്ട് പിന്നെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഒന്നും കൂടി സംഗമിച്ചിട്ട് ഇന്നേക്ക് 1 വർഷം കഴിയാണ്. നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? അധികം ആൾക്കാരൊന്നും എത്തിയിട്ടില്ല, വരുമെന്ന് പ്രതീക്ഷിക്കും. അപ്പൊ നമ്മുടെ ബഹുമാനിയായ അധ്യാപകരെ ആദരിക്കേണ്ട ചടങ്ങാണ്. നമുക്ക് അതിലേക്ക് കാണാം. ഇപ്പൊ നമ്മുടെ ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പേടിയായിരിക്കില്ലേ? ഞാനോ സ്നേഹം പകർന്നു തന്ന നമ്മെ നയിച്ച രാധാകൃഷ്ണ മാഷും 19th ബാച്ചിന്റെ സ്നേഹ പ്രണാമം. ആദ്യമായി നമ്മുടെ ഹെഡ്
TP രാധാകൃഷ്ണൻ മാഷിനെ ബഹുമാനത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സയൻസിന്റെയും ഇംഗ്ലീഷിന്റെയും വഴി നമ്മുടെ രാമകൃഷ്ണൻ സാറിനെ ആദരിക്കുന്ന ചടങ്ങാണ്. നമ്മുടെ മുന്നത്തെ സ്കൂൾ ലീഡറാണ് മിസ്റ്റർ രലീഷ്. ടീച്ചറെ ആദരിക്കുന്നതിന് വേണ്ടി സരസ്വതി ടീച്ചറെ വേദിയിലേക്ക് ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. സരസ്വതി ടീച്ചർക്ക് ഉപഹാരം നൽകുന്നതിനായി നമ്മുടെ 90 ബാച്ച് സ്റ്റുഡന്റ് മിസ്റ്റർ ഷിനോയെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഷിനോയ്. നിങ്ങളെ കുറച്ചൊക്കെ ഹിന്ദിക്കാരാക്കാൻ സഹായിച്ച ലേഖാവായി ബഹുമാനത്തോടു കൂടി ക്ഷണിക്കുകയാണ്. സ്വാഗതം. ടീച്ചർക്ക് ഉപഹാരം നൽകുന്നതിനായി നമ്മുടെ മിസ്റ്റർ ജോബി 90 ബാച്ച് സ്റ്റുഡന്റ് മിസ്റ്റർ ജോബിയെ സ്വാഗതം ചെയ്യുന്നു. ഒരു മിനിറ്റ് കേട്ടോ. കണക്കായിട്ടുണ്ട് അപ്പള വിഷയാലെ അതൊക്കെ മനസ്സിലാക്കി തന്നെ നിങ്ങളെ പഠിപ്പിച്ച അച്ചാമ്മ ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അച്ചാമ്മ ടീച്ചർക്ക് ഉപഹാരം നൽകുന്നതിന് വേണ്ടി നമ്മുടെ 90 ബാച്ച് സ്റ്റുഡന്റ് മിസ്റ്റർ ഷോയിനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയടി കൊടുക്കണം അച്ചാമ്മ ടീച്ചർക്ക്. ഒരു മിനിറ്റ് ഏട്ടാ, അങ്ങോട്ട് നോക്കിയേ. എൻ്റെ അമ്മയുടെ ഒക്കെ ക്ലാസ് ടീച്ചറായിരുന്നു. എനിക്ക് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു രമാദേവി ടീച്ചറെ കുറിച്ചിട്ട് ഇംഗ്ലീഷിന്റെ സാമൂഹ്യത്തിന് അറിവുകൾ പകർന്നു തന്നു ഓരോരുത്തരെയും മികച്ചതായ വിദ്യാർത്ഥികളാക്കി ഇത് ഓരോരുത്തരെ സഹായിച്ച രമാദേവി ടീച്ചറെ ഒത്തിരി ആദരവോടുകൂടി ഞാൻ ക്ഷണിക്കുകയാണ്. സയൻസ് ഒക്കെ എടുത്തിരുന്നത് അപ്പൊ ടീച്ചറെ ഒത്തിരി ബഹുമാനത്തോടുകൂടി നമ്മൾ ക്ഷണിക്കുകയാണ്. ടീച്ചർക്ക് ഉപഹാരം നൽകുന്നതിനായി നമ്മുടെ 90 ബാച്ച് സ്റ്റുഡന്റ് മിസ്റ്റർ ജോഷി. നോക്കിയാ അങ്ങോട്ട് നോക്കിയാ. നന്ദിനി ടീച്ചറും 90th ബാച്ചിൽ സയൻസ് തന്നെയായിരുന്നു എടുത്തിരുന്നത്. അപ്പൊ നന്ദിനി ടീച്ചറെ നമ്മൾ ക്ഷണിക്കുകയാണ്. നന്ദിനി ടീച്ചർക്ക് സമാപനത്തിലേക്ക് സ്വാഗതം. നന്ദിനി ടീച്ചർക്ക് ഉപഹാരം നൽകുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ അവതാരകരുടെ അമ്മയും 90 ബാച്ച് സ്റ്റുഡന്റ് ആയ സിജി ഉപഹാരം നൽകുന്നതിന് ക്ഷണിക്കുന്നു. സ്റ്റേജിന്റെ മുന്നിലേക്ക് വേണം ഫോട്ടോ കൂടി ഉൾപ്പെടുത്തുന്നതിനായിട്ട്. താങ്ക് യു. നമ്മൾ ഏകദേശം 30 വർഷത്തോളമായി ഈ സ്കൂളിൽ നിന്ന് വിട പറഞ്ഞിട്ട് ഇപ്പോഴും ഈ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചറാണ് നന്ദിനി ടീച്ചർ. അതൊരു പ്രത്യേക. ചേച്ചി കൂടാതെ ഞങ്ങളുടെ ബോഡി ഫിറ്റ്നസിൽ വളരെയധികം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ പഠിപ്പിച്ച ശ്രീ ജോസ് മാസ്റ്റർ ഡ്രില്ലിലൂടെയും ഞങ്ങളുടെ ഫിറ്റ്നസിലൂടെയും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ആ സന്തോഷം നിങ്ങളെ അറിയിക്കുന്നു. അടുത്തായി നമ്മുടെ പരിപാടിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ 90 ബാച്ച് സ്റ്റുഡൻറ്റിൻ്റെ മക്കൾ ഏതായാലും ഞങ്ങൾക്ക് ഡിസ്ട്രിക്ട് ലെവലോ വേറെ ലെവലോ ഒന്നും പോകാൻ സാധിച്ചില്ല. പക്ഷേ ഞങ്ങളുടെ മക്കൾ ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ പ്രൈസ് മേടിച്ചിട്ടുണ്ട്. അതിന് അനുമോദനം നൽകാൻ വേണ്ടിയിട്ടാണ് അവരെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. അവരെ ഇവിടെ ഉണ്ടെങ്കിൽ സ്റ്റേജിൻ്റെ പുറകിൽ വരാം. ഓരോരുത്തരെയും ഞങ്ങൾ പേര് വിളിക്കാം. നമ്മളെ വിട്ടുപോയിട്ടുള്ള കുറച്ച് അധ്യാപകരുണ്ട്. നമ്മുടെ ഒപ്പം പഠിച്ചിരുന്ന സഹപാഠികളുണ്ട്. അധ്യാപകരെ 4 പേരാണുള്ളത്. സിദ്ധാർത്ഥ മാഷ്, നാരായണ മാഷ്, എൽസി ടീച്ചർ, വിലാസിനി ടീച്ചർ. 4 പേരുടെ ഫോട്ടോ നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഒപ്പം പഠിച്ചിരുന്നവരിൽ 6 പേര് നമ്മളെ വിട്ടുപോയി, നമ്മുടെ സഹപാഠികൾ. അത് രാജേഷ് CR, വിമൽദാസ്, നിഷമോൾ, സ്മിത, ജിഷ, പിന്നെ സന്തോഷ്. 6 പേരുടെയും ഫോട്ടോ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊരു 1 മിനിറ്റ് ഒരു മൗന പ്രാർത്ഥന.
ഓക്കെ. സ്റ്റുഡൻ്റ് ആയിരുന്ന മിസ്റ്റർ ശാന്തകുമാർ. ശാന്തകുമാർ നമുക്കറിയാം, ശാന്തകുമാർ ഇപ്പോഴും ഷട്ടിൽ കളിക്കും, ഞാനും കളിക്കും, അവിടെ എല്ലാവരും കളിക്കും. പക്ഷേ ഇതിനെല്ലാം കവർ ചെയ്തുകൊണ്ട് ശാന്തൻ്റെ മകൻ മിസ്റ്റർ വിഷ്ണുദത്തൻ ജില്ലാ സംസ്ഥാന തലത്തിൽ ബാഡ്മിൻ്റൺ ലെവലിലെ ഉപഹാരം നൽകുന്നതിന് വേണ്ടി നമ്മുടെ സ്പോർട്സ് ഡ്രിൽ മാഷായിരുന്ന ജോസ് മാസ്റ്ററെ ക്ഷണിക്കുന്നു. നല്ല കൈയോടുകൂടി നമുക്ക് യുവതാരമായി മാറുന്നതിനെ നമുക്ക് ആശംസിക്കാം. മിസ്റ്റർ വിഷ്ണുദത്തൻ കൈയടിക്കൂ. ഷട്ടിൽ കൊണ്ടും ബാറ്റ് കൊണ്ടും അമ്മാനമാടി ഓക്കെ, begin. താങ്ക് യു. മത്സരത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. താങ്ക് യു. ഇനിയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കൂ. ഇനിയും പഠിച്ച് ഉയരങ്ങളിലെത്താൻ നമുക്ക് പ്രത്യാശിക്കാം. വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഒരുപാട് അനുഭവങ്ങൾ ടീച്ചർക്ക് ഉണ്ടായിട്ടുണ്ടാവാം. ടീച്ചറെ പഠിപ്പിക്കുന്ന സമയത്ത് അതെല്ലാം നമ്മളോട്. എൻ്റെ അധ്യാപക സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, അവരുടെ മക്കളെ, ഇനിയിപ്പോൾ നിങ്ങളെ കുട്ടികളെ വിളിക്കാൻ പറ്റില്ല, നിങ്ങളുടെ മക്കളെയാണ് കുട്ടികളെ വിളിക്കുക അല്ലേ? അതായത് എല്ലാവരെയും ഒന്ന് ഒത്തുചേർന്നതിൽ വളരെയധികം സന്തോഷം. മുൻപാണെങ്കിൽ തോന്നുന്ന ഇതിലും കൂടുതലുണ്ടായിരുന്നു. അത് ചില സാഹചര്യങ്ങൾ കൊണ്ട് മാറ്റിപ്പോയി. എന്നാലും നിങ്ങളെ ഓരോരുത്തരുടെയും മുഖം കണ്ടാൽ ചിലപ്പോൾ ഓർമ്മ വരില്ല, എങ്കിലും പേര് പറയുമ്പോൾ എല്ലാവരെയും കുറിച്ചും ഓർമ്മിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ കാര്യങ്ങളൊക്കെ. ഇത് കൂടാതെ നിങ്ങൾ കുട്ടികൾക്ക് മാത്രമല്ല, നിങ്ങളുടെ തന്നെ സുഹൃത്തുക്കൾക്ക്, അതായത് 90 ബാച്ച് സ്റ്റുഡൻസ് എല്ലാവർക്കും ഒരുപോലെ ആവില്ല. അവർക്കും വേണ്ട സാമ്പത്തികമായിട്ടും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയിട്ട് നമുക്കുണ്ടാവാം. അവരെ സഹായിക്കുക, അത് നല്ല കാര്യമാണ്. ഞങ്ങളുടെ അവിടെയൊക്കെ ഇതേപോലെയുള്ള ഒരു ബാച്ച് സ്റ്റുഡൻസ് ഉണ്ട്. ഞാനല്ല, എൻ്റെ ഒരുമിച്ചുള്ളവരെ കുറിച്ചൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. എന്നാലും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ, കുട്ടികളെ, 1989-90 ബാച്ചിൽ ഇവിടെ നിന്ന് SSLC കഴിഞ്ഞു പോയ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നിങ്ങൾ വർഷങ്ങളായി കുടുംബങ്ങളായും അതുപോലെ തന്നെ ജീവിതവുമായും മല്ലടിച്ചു കഴിയുന്ന നിങ്ങൾ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച് നിങ്ങളുടെ സഹപാഠികളെയും അതുപോലെ അധ്യാപകരെയും വിദ്യാലയത്തെയും ഓർക്കുന്നുണ്ട് എന്നതിലും അതിയായ സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ എപ്പോഴും മനോവികസനത്തിനും അതുപോലെ തന്നെ മനഃശുദ്ധിക്കും മനഃശാന്തിക്കും നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതേ രീതിയിൽ അധ്യാപകരെ ഈ കൂട്ടായ്മയിൽ ഉൾപ്പെടുത്തിയതിൽ അതിയായ സന്തോഷമുണ്ട്. പിന്നെ ഈ കൂട്ടായ്മ നിങ്ങളിൽ മധുരതരം കൂട്ടായ്മയിൽ ഓർമ്മകൾ നിങ്ങളുടെ വളരെ മധുരതരായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഭാവിയിൽ നിങ്ങൾക്ക് ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ച നമ്മളെ ലളിതാബായി ടീച്ചർ ഞങ്ങളോട് എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കുന്നത്.
എൻ്റെ സ്നേഹങ്ങൾ. നന്ദി. ഹലോ ഓക്കെ താങ്ക് യു. വേദിയിലിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ രാധാകൃഷ്ണൻ മാസ്റ്റർ, എൻ്റെ സഹപ്രവർത്തകരെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയാന്ന് വെച്ചാൽ, ഞങ്ങളൊക്കെ അന്ന് ചൂരലാണ് എല്ലാം എന്ന് പറയുന്ന ഒരു വിധത്തിലെ അധ്യാപകരാണ്. അത് നിങ്ങൾക്ക് നല്ലപോലെ ഓർമ്മയും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ക്ലാസ്സിൽ എനിക്കത് നന്നായിട്ടുണ്ട്. ഞാനിവിടേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ കാണുന്ന അമ്പരപ്പ് എൻ്റെ അടിയുടെ ചൂട് തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നിങ്ങളെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ജീവിത വിജയം നേടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ നൽകിയ ഈ സ്നേഹത്തിനും കരുതലിനും പ്രത്യേകം നന്ദി പറയുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളെയും നിങ്ങളുടെ തോണിയിലേക്ക് ഒപ്പം നിർത്തുവാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് ഒരു അപേക്ഷ കൂടി വെക്കുന്നുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ വിജയങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തും. താങ്ക് യു. പിന്നെ നിങ്ങളുടെ മുമ്പിൽ ക്ലാസ് പോലെ പറയാൻ സാധിക്കാറില്ല, ശ്രമിക്കാറില്ല. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ആശംസ, നല്ല ലൈഫ് ഉണ്ടാക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ പ്രാർത്ഥിക്കുക കേട്ടോ. പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ രാധാകൃഷ്ണൻ മാസ്റ്റർ, മറ്റു ഒപ്പം പ്രവർത്തിച്ചിരുന്ന സഹപ്രവർത്തകർ, നമ്മുടെ കുട്ടികളെ എന്ന് വിളിക്കുമ്പോൾ ഇപ്പോൾ 40-45 വയസ്സൊക്കെ ആയ കുട്ടികളാണെങ്കിലും ഇപ്പോൾ ഞങ്ങളുടെ ഏജ് നിങ്ങളെക്കാൾ വളരെ വ്യത്യാസമാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തുല്യരായിട്ടാണ് കാണുന്നത്. പക്വതികളായ അല്ലെങ്കിൽ പക്വത നേടിയ ജോലി എല്ലാം സമ്പാദിച്ച് ഒരു കുടുംബം നടത്തിക്കൊണ്ടു പോകുന്ന നിങ്ങൾ ഒരുപക്ഷെ ഞങ്ങളുടെ ആ അധ്യയന കാലഘട്ടത്തിൽ പലർക്കും പലതരത്തിലും ചിലപ്പോൾ ചില ഇഷ്ടക്കേടുകളൊക്കെ ക്ലാസ്സിൽ നിങ്ങളോട് പെരുമാറേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി തന്നെയായിരുന്നു എന്ന് നിങ്ങൾ ഇപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ. നല്ല നല്ല സുഖപ്രദമായ ഒരു ജീവിതം ആശംസിക്കുന്നു. നിങ്ങളുടെ മക്കൾക്കും ഒക്കെ നല്ല ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വേദിയിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ, എൻ്റെ വിദ്യാർത്ഥികളെ, എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല, എങ്കിലും നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി ഞങ്ങളെല്ലാവരും ക്ഷണിച്ചു, എല്ലാവരെയും കണ്ടെത്തി, എല്ലാവരും സംഘടിപ്പിച്ച് ഇതിൽ എല്ലാവരോടും നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ആയിരം സജ്ജങ്ങളും നേർന്നുകൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മൈക്ക് കൈമാറാണ്. ഹെഡ് മാസ്റ്റർ രാധാകൃഷ്ണൻ മാസ്റ്റർ, വേദിയിലെ എൻ്റെ സഹപ്രവർത്തകർ, ഇന്ന് അച്ഛനും അമ്മയും ആയിട്ടുള്ള വേദിയിലിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളെ, ഞങ്ങളിവിടേക്ക് ക്ഷണിച്ചതിന് ഇതിൻ്റെ സംഘാടകരോട് പ്രത്യേകം ഞാൻ നന്ദി പറയും. ഞാൻ പഠിപ്പിച്ചിരുന്ന കാലത്തുണ്ടായ ഒരു ചെറിയ അനുഭവം നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പഠിപ്പിച്ചിരുന്ന ഒരു മാസ്റ്റർ സ്കൂളിലോട്ട് പോകുമ്പോൾ 2, 3, 8, 9 പഠിക്കുന്ന കുട്ടികൾ മാസ്റ്ററുടെ പിന്നാലെ നടന്നു. പെട്ടും പറയും, ആ പോണ ആരണ്ട. അപ്പം മറ്റവൻ പറയും, എനിക്കറിയില്ല. വേറൊരുത്തും ചോദിക്കും, ഏയ് അത് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷ. അങ്ങനെ അവർ
പോത്തിനെ കൊണ്ടുപോണ പോലെ ഈ മനുഷ്യനെ അവരുടെ അധ്യാപകൻ ആ ഒരു നന്ദി വിചാരിക്കാതെ അയാളുടെ വീടെത്തുവോളും വളരെ നല്ല ലളിതമായ ശൈലി കൊണ്ടുവരും. ആ മാഷ് പിറ്റേ ദിവസം സ്കൂളിൽ വന്നു എൻ്റെ അടുത്തും രാജമാഷ അടുത്തൊരു സംഭവം പറഞ്ഞു. ഇന്നലെ ആ സ്കൂളിലോട്ട് പോകുമ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പം ഞങ്ങൾ പറഞ്ഞു മാഷെന്തായാലും ആ കുട്ടികളെ വിളിക്കും, എന്താ സംഭവം നമുക്കൊന്ന് ചോദിച്ചറിയാലോ. അപ്പം പറഞ്ഞു അയ്യോ ഞാനില്ല, എനിക്ക് ഇന്നും സ്കൂളിലോട്ട് പോകണ്ട. അവരെന്നെ ഇന്നലെ ദേഹോദര ഏൽപ്പിച്ചില്ല, ഇന്നലെ ചിലപ്പോൾ അതിനൊരു പഠിപ്പിക്കും. അതുകൊണ്ട് ഞാൻ വിളിക്കാനില്ല, പറയാനില്ല. പിന്നെന്താ ഞങ്ങൾ വേണ്ടേ, നിങ്ങളെന്താണെന്ന് വെച്ചാൽ വൃത്തിപൂർവ്വം ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഒരു തുണ്ട് കടലാസിൽ ഇവരെ ക്ലാസ്സും നേരെ എഴുതി അവരെ വിളിപ്പിച്ചു. വിളിച്ച ആട്ടിൽ കടന്നു തുടങ്ങി അവർ പറഞ്ഞു അയ്യോ മാഷേ ഇനി ഉണ്ടാവില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താ സംഭവം. അപ്പോൾ അവരാ വിവരങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മാഷിനെ കന്നാലിനെ കൊണ്ടുവന്ന് മാറി പിന്നാലെ നടന്ന് കടയാക്കി ആ മനുഷ്യനെ വീട്ടിലേക്ക് എത്തിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ നിൻ്റെ അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ അമ്മയോ മുമ്പിൽ പോകുമ്പോൾ ഇങ്ങനെ പിന്നാലെ നടന്നു പറഞ്ഞാൽ നിനക്കത് എല്ലാം നിനക്കത് വേദനിക്കും, വിഷമമുണ്ടാക്കുമോ? അതുണ്ടോ? അപ്പോൾ ആ മനുഷ്യനെ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് എങ്ങനെ ആ മനുഷ്യനെ ഫേസ് ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സിൽ? അപ്പോൾ ഇനി ഉണ്ടാവില്ല, ഞങ്ങൾ രണ്ട് നക്കം നോക്കാം. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ പരിപാടിക്ക് ഞങ്ങൾ വെറുതെ നോക്കിയാൽ പോരാ, അതിന് നിങ്ങൾക്കൊരു ചെറിയ പണിഷ്മെൻറ്റ് ഞാൻ തരാൻ പോകുന്നു. ആ മാഷോട് ചോര് കൊണ്ടുവന്നിട്ട് അവരെ കണ്ടിരിക്കാൻ പറഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു അയ്യോ ഞാൻ എനിക്കവരെ പേടി. അവസാനം ആ കടന്ന കൈ ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. പിന്നീട് അവർ സ്കൂളിൽ നിന്ന് പോയി എവിടെ വെച്ച് കണ്ടാലും തന്നെ കണ്ടാൽ വർത്താനം പറയും. അവർ ബൈക്കുമ്പോൾ കൊണ്ടുപോകണമെങ്കിൽ അവരെന്നെ കുറ്റിയില്ല, ബൈക്കുമ്പോൾ കൊണ്ടുപോകും. ഇന്ന് അവർ വളരെ സുഹൃത്തുക്കളാണ്. അങ്ങനത്തെ അനുഭവം ഉണ്ടാകാതിരിക്കാൻ കുട്ടികൾ ശ്രദ്ധിക്കുന്നത് അവരുടെ മാതാപിതാക്കളെ പോലെയുള്ള അധ്യാപകരുടെ ശാപം ഏൽക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ശ്രീ സരസ്വതി ടീച്ചറാണ്. സരസ്വതി ടീച്ചർ സംസാരിക്കും. എൻ്റെ മുൻ സഹപ്രവർത്തകരെ, വേദിയിൽ എൻ്റെ കുട്ടികളെ എന്ന് പറയാനായിട്ട് ഇപ്പോൾ തീരെ പറ്റില്ല. ഇപ്പോൾ എനിക്കിത് കുട്ടികളുടെ ഒരു സമ്മേളനമല്ലായിരുന്നു, പഞ്ചായത്ത് സമ്മേളനമോ അല്ലെങ്കിൽ മുതിർന്ന ഒരു സമ്മേളനമായിട്ടാണ് തോന്നുന്നത്. എല്ലാവരും വളരെയധികം കാര്യപ്രാപ്തി നേടിയവരായി. നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതെല്ലാം ഞങ്ങളുടെ നിരന്തരമായിട്ടുള്ള പ്രേരണ കൊണ്ടും അതുപോലെ തന്നെ നിങ്ങളെ ശാസിച്ചും ശിക്ഷിച്ചും നിങ്ങളെ നല്ല പോലെ നടത്തിയത് കൊണ്ടായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ മക്കളെ ഒന്ന് നോക്കാൻ പോലും ഇവിടുത്തെ അധ്യാപകർക്ക് പേടിയാണ്. കാരണം അവർ ആരെങ്കിലും എന്തെങ്കിലും ഇല്ലാത്ത കഥകൾ പറഞ്ഞു പരത്തി ഒരു കമ്മീഷനെ വിളിച്ചു പരത്തി അവരെ ശിക്ഷിപ്പിക്കാനായിട്ട് എന്തും ചെയ്യാൻ മടിക്കാതിരിക്കുന്ന കുട്ടികളാണ് ഇന്ന് വളർന്നു വരുന്ന പുതുതലമുറ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് സ്കൂളിൽ അധ്യാപകർക്ക് അങ്ങനെ ശാസിക്കാനോ ശിക്ഷിക്കാനോ അവർക്ക് കഴിയില്ല. കൂടുതലും നിങ്ങൾ തന്നെ നിങ്ങളുടെ രക്ഷിതാക്കളായാലും ഒന്ന് തല്ലിയാൽ അവർ പരാതിപ്പെട്ടാൽ നടപടിയെടുക്കാനുള്ള നിയമമാണ് എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ വീട്ടിൽ നിങ്ങളുടെ കുട്ടികളെ നല്ല കരുതലോടെ തന്നെ വളർത്തി വലുതാക്കണം. നേരത്തെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് സ്കൂളിലേക്ക് വിട്ടാൽ ടീച്ചറെ ഒന്ന് നോക്കണം, മാഷെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുന്നിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന്
പറയുന്നതെല്ലാം സമ്മതിച്ച് പഠിച്ച് നല്ല കുട്ടികളായി വളരുന്ന തലമുറയായിരുന്നു നിങ്ങൾ. പക്ഷേ ഇന്നുള്ളവരെ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എല്ലാവരും, രക്ഷിതാക്കളും സ്കൂളിലെ മാഷന്മാരും ടീച്ചർമാരും നാട്ടുകാരും എല്ലാവരും ഒന്നിച്ചു വേണം ഇപ്പോഴുള്ള തലമുറകളെ വളർത്തിയെടുക്കാനായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ ഓർത്തതിലും അതേപോലെ തന്നെ ഞങ്ങൾക്ക് സ്നേഹ സമ്മാനങ്ങൾ തന്നതിലും ഞങ്ങളെപ്പറ്റി നല്ല വാക്കുകൾ സംസാരിച്ചതിലും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. അതേപോലെ തന്നെ ഇനിയും ഞങ്ങളെ നിങ്ങൾ ആരും മറക്കരുതെന്നും ഞങ്ങളെപ്പോൾ ഓർമ്മിക്കണമെന്നും വഴിയിൽ വെച്ച് കണ്ടാൽ അറിയാത്ത ഭാവത്തിൽ പോകരുതെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി. താങ്ക് യു. ബിന്ദു ടീച്ചറോട് എത്തിച്ചേർന്നത് ബിന്ദു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഒരു സൗഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിത്വത്തിലുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മളുടെ സ്കൂളിൽ +2 ലഭിച്ചത് 2014 അന്ന് ഇവിടെ HM നമ്മുടെ ശശികല ടീച്ചറാണ്. പിന്നെ സരസ്വതി ടീച്ചർ വന്നു, പിന്നെ മിനി ടീച്ചർ വന്നു. അത് നമ്മൾക്ക് അംഗീകാരം കിട്ടിക്കൊണ്ട് പ്രിൻസിപ്പൾ എന്ന പോസ്റ്റിലേക്ക് ആദ്യമായി സമാജത്തിൽ എത്തിച്ചേരാൻ സമാജത്തിൽ സാധിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ബിന്ദു ടീച്ചർക്കാണ്. ബിന്ദു ടീച്ചറെ മുഖ്യ പ്രഭാഷണം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ആശംസകൾ അർപ്പിക്കുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട ബിന്ദു ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. സദസ്സിലിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളായ അമ്മമാരും പിന്നെ കുറച്ചുപേരെയൊക്കെ എനിക്കറിയാം. ഷിബു ബലാല, നമ്മുടെ ശാന്തൻ, ബീജു, പിന്നെ ജോഷി, റേനി, അങ്ങനെ കുറച്ചുപേരൊക്കെ എന്നെ അറിയാം. കുറച്ചുപേർക്ക് അധികം പേർക്ക് എന്നെ അറിയിക്കാൻ തോന്നുന്നു. ഞാൻ ബിന്ദു ടീച്ചർ. പിന്നെ മുഖ്യപ്രഭാഷണം ഒന്നും പറയാൻ ഇത്രയും വലിയ ആളുകളുടെ മുന്നിൽ ഒന്നും പറയാനായിട്ടുള്ളൊരു യോഗ്യതയൊന്നും എനിക്കില്ല. എങ്കിലും ഞാൻ നിങ്ങളോട് സരസ്വതി ടീച്ചർ പറഞ്ഞ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് പറയാണ്. ടീച്ചർ പറഞ്ഞ അതേ ഒരു വേദനയെ എനിക്കുള്ളത്. ഇന്നത്തെ കുട്ടികളെ നമുക്ക് വേണ്ട രീതിയിൽ ശാസിക്കാനോ ശിക്ഷിക്കാനോ നേർവഴിക്ക് നടത്താനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. ശരിക്കും പറയണെങ്കിൽ റിട്ടയർമെന്റ് ഡേറ്റ് എന്നാണ് ഓരോ അധ്യാപകരും നോക്കിയിരിക്കുന്ന അത്രയും ഭയപ്പാട് പിടിച്ച ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ സ്കൂളുകളിലുള്ളത്. കാരണം കുട്ടികളെ അടിക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല. ഒരിക്കലും ഒരു അധ്യാപിക, നിങ്ങൾ പഠിച്ച കാലത്ത് തോന്നിയിട്ടുണ്ടാവും, ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഒരു കുട്ടിയെയും ഒരു കൊച്ചുകുട്ടിയോട് എന്താണ് ഒരു വൈരാഗ്യം തോന്നാനായിട്ടോ ദേഷ്യം തോന്നാനായിട്ടോ ഒന്നും ഒരു അധ്യാപകർക്ക് പറ്റില്ല. ഇനിയിപ്പോൾ അവരുടെ അച്ഛനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ തന്നെ കുട്ടിയോട് അത് കാണിക്കില്ല. അതാണ് ഒരു അധ്യാപകരുടെയും അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി മെനക്കെട്ട് നടക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ ചുറ്റുമുള്ളത്. ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ ഞാൻ HM-ആയിട്ട്. എങ്കിലും ഞാനൊരു ഇത്ര കാലം വർക്ക് ചെയ്ത ഓരോ നിമിഷവും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ടുള്ള ഒരു അധ്യാപികയായിട്ട് എനിക്ക് എല്ലാവരെയും പറയാൻ പറ്റും. അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഈ സ്ഥാപനത്തെ അത്രമാത്രം നെഞ്ചിലേക്ക് സ്നേഹിച്ചു കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ടും നമുക്ക് ഓരോ കുട്ടികളുടെ ചെറിയ തെറ്റുകൾ പോലും പറയുമ്പോഴേക്കും അതൊരു വലിയ വിഷയമായിട്ട് മാറുന്നു. അപ്പോൾ അധ്യാപകരിലെ ആത്മാർത്ഥത വളരെയധികം കുറഞ്ഞു പോവാണ്. ഞാനിപ്പോഴും ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാൻ, നിങ്ങൾ ചീത്ത പറയണ്ട, അടിക്കേണ്ട, ഒന്നും ചെയ്യണ്ട, പഠിപ്പിച്ചാൽ മാത്രം മതി. എങ്കിലും അധ്യാപകർ ചില നേരത്ത് ചെയ്തു പോകും. കാരണം അത്രമാത്രം കുറുമ്പും കാര്യങ്ങളുമാണ് കുട്ടികൾ. നമ്മുടെ ജനറേഷനല്ല, നിങ്ങളുടെ ജനറേഷനല്ല, ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക്. നിങ്ങൾക്ക് തന്നെ വീടുകളിൽ നിങ്ങളുടെ കുട്ടികളെ നോക്കിയാൽ അറിയാം, ടെക്നോളജി അത്രമാത്രം ഡെവലപ്പ് ചെയ്തു. കുട്ടികൾ അത് മിസ്യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ ഇവിടെ പഠിപ്പിക്കണം എന്ന് ഞാൻ ഇതോടുകൂടി ഒരു റിക്വസ്റ്റ് വയ്ക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ നല്ല ഏത് കാലത്തും നല്ല ഒരു ഉയർന്ന രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു നല്ല വിദ്യാലയമാണിത്. അപ്പോൾ നിങ്ങൾ ഇവിടെ പഠിച്ച പോലെ നിങ്ങളുടെ മക്കളെയും നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവരണം. അതുപോലെ ഏത് സ്കൂളിൽ നിങ്ങളുടെ മക്കൾ പഠിച്ചാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകരുത് എന്നൊരു റിക്വസ്റ്റ് നടത്തണം. കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ വളരെ മോശമായിട്ട് വരും. ഇപ്പോൾ ഈ 12ാം ക്ലാസ് കഴിഞ്ഞ് പോണവരെ ഞങ്ങൾ അധ്യാപകരെയാണ് അവർ വിഷമിപ്പിക്കണമെങ്കിൽ, ഇപ്പൊ നിങ്ങൾ പേപ്പറിൽ കേൾക്കണില്ലേ അച്ഛനമ്മേനെയൊക്കെ തല്ലിക്കൊടുക്കുന്ന ആ അവസ്ഥയ്ക്ക് കുട്ടികളെ എത്തുന്നത് ഇതുകൊണ്ടാണെന്നൊന്ന് ഓർമ്മപ്പെടുത്താണ്. പിന്നെ നിങ്ങളുടെ ഗെറ്റ് ടുഗദർ ജോഷി ആ ജൂലൈ മാസം തൊട്ട് തുടങ്ങിയതാണ് പാവം.
2 പ്രാവശ്യമായി. ആദ്യത്തെ പ്രാവശ്യം മുടങ്ങി. അന്നും അതേപോലെ 2 ബാച്ച് ഒരു സമയത്ത് വന്നു. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ. അപ്പൊ അതിന് എന്തായാലും ആ വിഘ്നങ്ങളൊക്കെ ഒഴിഞ്ഞ് ഇന്നിത് നടത്താനായിട്ട്, ഇത്ര നന്നായി നടത്താനായിട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അനുമോദിക്കുന്നു. ഇവിടെ ഇത്ര കഷ്ടപ്പെട്ട് വന്ന എൻ്റെ പൂർവ്വ അധ്യാപകരോട് ഞാൻ എൻ്റെ ആശംസകളും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് രാധാകൃഷ്ണ മാഷ്, ഞാൻ ഈ സ്കൂളിൽ ജോലിക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 26 വയസ്സ്. അത് ഈ പറഞ്ഞ പോലെ വീട്ടിൽ ഇങ്ങനെ അടങ്ങി ജീവിച്ച കാരണം ഒരു കുട്ടിത്തം തന്നെ വീട്ടിലുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മാഷിന്റെ കീഴിൽ വന്നത് കൊണ്ട് ആ ഒരു ക്വാളിറ്റി ഞാൻ ഇപ്പോഴും പറയും. അന്ന് രാധാകൃഷ്ണ മാഷിന്റെ ആ ഒരു ട്രെയിനിങ് കിട്ടിയത് കൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാനായിട്ട് എനിക്ക് പറ്റിയത്. അപ്പോൾ അതിന് ഞാൻ മാഷോട് നന്ദി പറയാനായിട്ടും കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിലെ ഏറ്റവും നല്ല എന്താ പറയുക, നല്ല അനുഭവങ്ങളുണ്ടായി, നല്ല സമാധാനം സന്തോഷമുള്ള ഒരു ജീവിതവും ഇതുപോലെയുള്ള ഗെറ്റ് ടുഗദറുകളും അതുപോലെ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യാനും നിങ്ങളെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും നമ്മുടെ സ്കൂളിനും കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. അതുപോലെ നമ്മുടെ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുവരാനും നിങ്ങളുടെ കുട്ടികൾ നമ്മുടെ കയ്യിൽ എന്തായാലും സുരക്ഷിതമായിട്ട് നമ്മൾ കൊണ്ട് നടക്കും ചെയ്യും. നിങ്ങൾ അതിനും കൂടി റെക്കമെൻഡ് ചെയ്യണം. അതിനും കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഞാൻ വരില്ല എന്നൊക്കെ ആദ്യം വിചാരിച്ചു തരാറില്ല. അമ്മ മാത്രമുള്ളൂ എൻ്റെ വീട്ടിൽ. അമ്മയ്ക്കൊരു പനി. അപ്പോൾ ഡോക്ടറെ കാണിച്ച് വന്ന നേരത്തെ ജോഷി വീണ്ടും വിളിച്ചത്. അപ്പോൾ പിന്നെ ഇങ്ങനെ വരാതിരിക്കാന്ന് വിചാരിച്ചിട്ട് ഓടി പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പോകുന്നുണ്ട്. ഒരു സാറിൻ്റെ അമ്മയുടെ അടുത്താക്കിയിട്ട് പോന്നിട്ടില്ല. അപ്പം എന്തായാലും എന്നെ വിളിച്ചതിനും ഇങ്ങനെ ഒരു വേദി ഉണ്ടാക്കി തന്നതിനും എല്ലാവരോടും നമസ്കാരം. താങ്ക് യു ബിന്ദു ടീച്ചർ. ബിന്ദു ടീച്ചറെ ഞങ്ങൾക്ക് പരിചയമില്ലെങ്കിലും എനിക്ക് പരിചയമില്ല. എല്ലാവർക്കും പ്രണാമം. ഇപ്പോൾ മനസ്സിൽ അനുഭവിക്കുന്ന ആ അവസ്ഥ എന്താണെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. പുറത്തൊന്ന് കരയാൻ തോന്നുന്നു. അത് സങ്കടം കൊണ്ടല്ല. നമ്മൾ ഏതെങ്കിലും വേദിയിൽ ചെന്നിരുന്നിട്ട് ആരെങ്കിലും നമ്മളെ കുട്ടികളെ വിളിച്ച് അഭിസംബോധന ചെയ്തിട്ടുണ്ടാകും. എത്ര ഭംഗിയായി നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ കുട്ടികളെ വിളിച്ച് സംബോധന ചെയ്തിട്ടുണ്ട്. ഒത്തിരി വർഷം പുറകിലോട്ട് നമ്മെ കൊണ്ടുപോയി. അധികം സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു വലിയ ആശംസാ പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. എങ്കിലും 1-2 കാര്യങ്ങൾ പറയാതെ ഈ വേദിയിൽ നിന്നും പോകാനും വയ്യ. അപ്പോൾ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ സമാരാധ്യരായ എല്ലാവർക്കും എൻ്റെ പ്രണാമം. ആശംസ അർപ്പിക്കുക എന്നൊരു കർത്തവ്യമാണ് എന്നോടിവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ എനിക്ക് ആശംസ അർപ്പിക്കാനുള്ളത് ഈ 90 ബാച്ച് സൗഹൃദ കൂട്ടായ്മയോടാണ്. കാരണം സൗഹൃദം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ആ പഴയ വിദ്യാഭ്യാസ കാലഘട്ടം അല്ലേ? ശരിയല്ലേ? ഒരു ഉഷാറില്ലല്ലോ ആർക്കും. എന്താണ്, വിശക്കുന്നുണ്ടോ? മണിക്കൂട്ടൻ കൈ കാണിച്ചു. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും അല്ലേ? വളരെ മനോഹരമായ, വളരെ സുന്ദരമായ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തെ അതിനേക്കാൾ മനോഹരമായി ഇപ്പോൾ ഈ നിമിഷം നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തന്ന ഈ സൗഹൃദ കൂട്ടായ്മയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും വയ്യ, എത്ര ആശംസകൾ അർപ്പിച്ചാലും പോരാ. സൗഹൃദം എന്നത് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചത് കൊണ്ടോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചത് കൊണ്ടോ നേടിയെടുക്കാവുന്ന ഒന്നല്ല. ആണോ? ആണോ? അല്ല. പിന്നെ എങ്ങനെയാ സൗഹൃദം? പരസ്പരം അറിയണം. പരസ്പരം അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കണം ഓരോ സൗഹൃദങ്ങളും. അതിനെന്ത് വേണം? വെറുതെ ഒരു തരം ഹൃദയത്തിലൊരു വികാരം, ഒരു കപടതയൊക്കെ കാണിച്ച് പ്രകടിപ്പിക്കുന്ന ഒന്നായി മാറരുത് സൗഹൃദം. അതിനൊരു വിലയുമില്ല. പരസ്പരം മനസ്സിലാക്കിയും മനസ്സിലാക്കപ്പെട്ടും ചെയ്യുന്ന ഒരു അപൂർവ കർമ്മമാണ് സൗഹൃദത്തിലൂടെ നിലനിർത്തി കൊണ്ടുപോകേണ്ടത്. അതിന്റെ ആയുസ് എത്ര കാലം? പറയും മക്കളെ,
നിൽക്കുന്നതല്ല, ഒരു മരണം വരെയാണ് അതിൻ്റെ ആയുസ്. നാം നേടിയ അറിവ് നമുക്ക് ചുറ്റുമുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കുമ്പോൾ അത് ഈ സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ തയ്യാറാകുമ്പോൾ, അതിന് സന്നദ്ധത കാണിക്കുമ്പോഴാണ് തീർച്ചയായും നല്ല സൗഹൃദങ്ങൾ ഉടലെടുക്കുന്നത് അല്ലേ? അപ്പോൾ ആ സൗഹൃദങ്ങള് വെറും വിനോദത്തിന് വേണ്ടി മാത്രമാവരുത്. നമ്മുടെ മനസ്സുകളിലെ മുറിവുകളെ ഉണക്കാനുള്ള ഔഷധം കൂടിയായിരിക്കണം. സത്യല്ലേ? നമ്മുടെ മനസ്സിന്റെ മുറിവുകളെ ഉണക്കാനുള്ള നല്ലൊരു ഔഷധമായിരിക്കണം ഓരോ സൗഹൃദവും. 1000 മരുന്ന് കഴിക്കുന്നതിനേക്കാൾ ഫലവത്താണ് നല്ല സൗഹൃദങ്ങൾ. അപ്പോൾ ഇന്ന് കാലം മാറിക്കോട്ടെ, മനുഷ്യനും മാറിക്കോട്ടെ, സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അർത്ഥങ്ങളൊന്നും മാറാൻ പാടില്ല. അത് ഭംഗിയായി കൊണ്ട് നടക്കാൻ നമുക്ക് ശേഷിയുണ്ടാകണം. അതെന്നും ഒരു ആത്മപ്രകാശമായി, ആത്മചൈതന്യമായി നമ്മുടെ ഹൃദയങ്ങളിൽ തെളിയണം. എങ്കിലേ അതിന് ചന്തമുള്ളൂ, നിലനിൽപ്പുള്ളൂ, ഭംഗിയുള്ളൂ. കഷ്ടം വെച്ചിരിക്കുന്നുണ്ടല്ലോ. സത്യമല്ലേ ഈ പറഞ്ഞതൊക്കെ? ഭംഗിയുള്ള സൗഹൃദമായി, സത്യസന്ധമായ സൗഹൃദമായി മുന്നോട്ട് പോകണം. ഒരു നാവികന് വഴിതെറ്റുമ്പോൾ എപ്രകാരമാണോ ഒരു ധ്രുവനക്ഷത്രം വഴികാട്ടിയായി പോകുന്നത്, അപ്രകാരം വേദനിക്കുന്ന മനസ്സുകൾക്ക്, അസ്വസ്ഥതയുള്ള മനസ്സുകൾക്ക് സാന്ത്വനമായി, ആനന്ദമായി തീരാൻ ശേഷിയുള്ളതാവണം നമ്മുടെ ഈ 90 ബാച്ച് സൗഹൃദ കൂട്ടായ്മ. കൂട്ടുകാരില്ലാത്തതൊട്ടുമേ ശരിയല്ല, കൂട്ടുകൂടാതിരിക്കുന്നതും ശരിയല്ല. കൂട്ടുകാരനെന്നാൽ എപ്പോഴും കൂടെയുള്ളവനെന്നർത്ഥം. സദാ നമ്മോട് കൂടെയുള്ളവനാണ് ഒരു യഥാർത്ഥ ചങ്ങാതി അല്ലേ? അങ്ങനെ ആവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ വക നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മുടെ ഈ 90 ബാച്ച് കൂട്ടായ്മ കാലങ്ങളോളം നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വക വിഷമങ്ങളും കൂടാതെ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ഭംഗിയായി ഈശ്വരനോട് പ്രാർത്ഥിക്കാം. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ വളർത്തമ്മമാരായ ടീച്ചർമാര് അക്ഷരങ്ങളിലൂടെ നമ്മളെ അറിഞ്ഞ് നല്ല അവകാശത്തോടു കൂടി നമ്മളെ ശകാരിച്ച് അറിവിന്റെ ലോകത്തേക്ക് നമ്മളെ എത്തിച്ച നമ്മുടെ ആരാധ്യനായ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന ബഹുമാന്യരായ ഓരോ അധ്യാപകരുടെയും പാതാരവിന്ദങ്ങളിൽ അനന്തകോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് അവർക്ക് ഓരോരുത്തർക്കും ഈ 90 ബാച്ച് കൂട്ടായ്മയുടെ വകയും എൻ്റെ സ്വന്തം നിലയിലും 1000 സ്നേഹ ആശംസകൾ അർപ്പിക്കുകയാണ്. ഇത് കൈയടിച്ച് കൊടുത്ത് നമ്മുടെ ടീച്ചർമാരല്ലേ. അതുപോലെ ഇവിടെ വന്ന നമ്മുടെ കലാകായിക പഠന വിഷയങ്ങളിൽ മികവ് തെളിയിച്ച നമ്മുടെ സഹപാഠികളുടെ മക്കള് അനുമോദനങ്ങൾ ഏറ്റുവാങ്ങിയ കുറെ മക്കളെ നമ്മൾ കണ്ടു അല്ലെ? കുറെ അമ്മമാരെയും കണ്ടു. അവർക്ക് എല്ലാവർക്കും ഈ 90 ബാച്ച് കൂട്ടായ്മയുടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു. പിന്നെ ഈ കൂട്ടായ്മ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. പ്രവാസികളായവരും ഇവിടെ വരാൻ കഴിയാതെ പോയവരും ഇവിടെ ഇരിക്കുന്ന സഹപാഠികൾക്കും എല്ലാവർക്കും ഇന്നത്തെ എല്ലാ അറേഞ്ച്മെന്റുകൾക്ക് പിന്നിലും പ്രവർത്തിച്ച എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ അറിയിക്കുകയാണ്. ആരെയും വിട്ടുപോയിട്ടില്ല. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം. പിന്നെ നമ്മുടെ മൺമറഞ്ഞു പോയ അധ്യാപകരുണ്ട്, അവർക്കൊരു നിമിഷം സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. നമ്മളെ വിട്ടുപോയ നമ്മുടെ ചങ്ങാതിമാരുണ്ട്, അവരെയും ഈ നിമിഷം ഇവിടെ സ്മരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി 1000 ആശംസകൾ അർപ്പിക്കുകയാണ്. ഇന്നലെയുടെ സ്വപ്നങ്ങളിൽ പൂവിട്ട ഇന്നിന്റെ സാക്ഷാത്കാരമാണ് ഇവിടം പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സഹായിച്ച, സഹകരിച്ച, വഴിയിൽ വിമർശിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദിയും പ്രണാമം. താങ്ക് യു ജയശ്രീ. അടുത്തൊരു ആശംസ അർപ്പിക്കുന്നത് സന്ധ്യ. സന്ധ്യയുടെ ഒരു കാര്യത്തിൽ നിന്ന് മാറിപ്പോയി. അത് ഞാനിവിടെ ക്ഷമാപൂർവ്വം പറയുകയാണ്. ഷെജിൻ മാഷാണ് അത് ഓർമ്മിപ്പിച്ചത്. നമ്മളിപ്പോൾ ഈ 90 ബാച്ച് കൂട്ടായ്മ ഒത്തിരി പേരെ വിളിച്ചു, പകുതിയിലേറെ പേര് വന്നില്ല. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മൾ വിളിക്കാതെ, നമ്മുടെ ഒരു ക്ഷണവുമില്ലാതെ നമ്മുടെ അരികിലേക്ക് എത്തിയ കൂട്ടുകാരിയെ നാം എങ്ങനെ സ്വീകരിക്കണം? എങ്ങനെ സ്വീകരിക്കണം? എന്നാൽ കൂട്ടുകാരികളുടെ വേദിയിലേക്ക്
ബിജു എന്നാണ് ആ കൂട്ടുകാരിയുടെ പേര്. നാം വിളിക്കാതെ, നമ്മുടെ ക്ഷണം സ്വീകരിക്കാതെ ഓടി വന്നതാ. എന്തുകൊണ്ടാണെന്നറിയോ വിളിക്കാതെ പോയത്? 9ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് പോയി മറ്റൊരു സ്കൂളിലേക്ക് സ്ഥലം മാറിപ്പോയി. എന്നിട്ടും ഓർത്ത് വെച്ച് നമ്മുടെ ഒരു ക്ഷണവും സ്വീകരിക്കാതെ ഇവിടെ വന്ന ആ ബിജുവിന് 1000 സ്നേഹാശംസകൾ ഞാൻ നേരെയാണ് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് ഞാനിരിക്കുന്നു. കൊടുക്കാൻ പറ്റുള്ള മക്കളെ, എത്ര പേരെ നമ്മൾ കയ്യും കാലും തലോടി വിളിച്ചു, വഴിയിൽ വിമർശിക്കാനല്ലാതെ ആരും വന്നില്ല അല്ലേ? ഒരു വാക്ക് പോലും പറയാതെ നമ്മുടെ മുമ്പിലേക്ക് ഓടി വന്ന ഇവൾക്കായിരിക്കട്ടെ ഇന്നത്തെ ട്രീറ്റ്. കയ്യടി കൊടുത്തേ, നല്ലൊരു സൂപ്പർ കയ്യടി. എല്ലാവർക്കും നന്ദിയും പ്രണാമം. സന്ധ്യ ആശംസ ഇതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സന്ധ്യ ഓൺ സ്റ്റേജ്. നമ്മുടെ താരവാദികളായ ചിത്രം പിടിച്ച താരവാദികളായ എൻ്റെ പ്രിയ കൂട്ടുകാർക്കും സമയം മൂലം ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. നമ്മുടെ വിദ്യാലയ ജീവിതത്തിൻ്റെ 30ാം വാർഷികത്തിൽ നമ്മളിവിടെ കൂടുമ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് 1 വർഷം തികയുകയാണ്. കഴിഞ്ഞ ഓണക്കാലത്ത് നമ്മൾ ഈ സമാഗമം വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കുറേ പ്രവാസികളും വന്നിട്ടുണ്ടായിരുന്നു. അവർക്കിതിൽ പങ്കെടുക്കുവാൻ പോലും ഈ സമയത്ത് വെച്ചതുകൊണ്ട് കുറേ പ്രവാസികൾക്ക് പോയല്ലേ. ഈ സമയത്ത് നമുക്ക് അവർക്കും കൂടി ഞാൻ ഈ കൂട്ടത്തിൽ പങ്കുചേരാണ്. കാലം പരസ്പരം കണ്ടാൽ പോലും തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം രൂപമാറ്റം വരുത്തിയെങ്കിലും ഈ സമാഗമം എല്ലാവരെയും 30 വർഷം കൊണ്ടുള്ള നമ്മുടെ ഓർമ്മത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ഒരു നല്ല നമ്മുടെ കൂട്ടായ്മ ചെയ്യാൻ സാധിച്ചു. 5 കൂട്ടുകാരുടെ പെൺമക്കളുടെ വിവാഹ വാർഷികത്തിലേക്ക് സഹായം അർപ്പിക്കുവാനും നമ്മുടെ കൂട്ടുകാരൻ്റെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരന് വീട് പണ്ട് സഹായിക്കുവാനും ഭർത്താവ് മരിച്ച ഒരു കൂട്ടുകാരിക്ക് താൽക്കാലികമായി നമുക്ക് സഹായം കൊടുക്കുവാനും പറ്റും. ഇനിയും സഹായം അറിയിക്കുന്ന കൂട്ടുകാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. 1 വർഷങ്ങൾക്കുള്ളിൽ കൂട്ടുകാർ കൂടുതൽ അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാൻ കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു സന്ധ്യ. അടുത്തതായി നമ്മളുടെ പുരുഷന്മാരെ, വേദിയിലെ മറ്റ് പിന്നിൻ്റെ സഹപാഠികളെ കൂട്ടുകാരെ, സ്നേഹത്തിൻ്റെ ഭാഷയിലും അതുപോലെ തന്നെ നമ്മളെ തിരിശാസിച്ചിട്ടൊക്കെ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഗുരുക്കന്മാരോട് നന്ദി പറയാൻ കിട്ടിയൊരു അവസരം. ഇതെനിക്ക് സത്യം ആർക്കായി കഴിഞ്ഞാൽ ഇത് വളരെ സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ അവർ പകർന്ന് നൽകിയിട്ടുള്ള പല നല്ല കാര്യങ്ങളും പ്രാവർത്തികമാക്കി അതിൻ്റെ ഗുണം അനുഭവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പല സന്ദർഭങ്ങളിലും നമ്മൾ മനസ്സാൽ അവരുടെ അടുത്ത് നന്ദി പറഞ്ഞിട്ടുണ്ട്, നന്ദി പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നന്ദി ഒരു പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വേദി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഇത്തരത്തിലൊരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒത്തുചേരലിന് വേണ്ടി വിളിച്ചപ്പോൾ അവരെല്ലാവരും എത്തിച്ചേർന്നു. ഇങ്ങനത്തെ ഒരു ഒത്തുചേരലുകൾ ഈ കാലഘട്ടത്തിൻ്റെ വളരെ ആവശ്യമുള്ള കാര്യമാണ്, വളരെ പ്രസക്തമാണ്. കാരണം ഞാൻ ഈ കാലഘട്ടത്തിൻ്റെ ഞാൻ വളരെ ഊന്നി പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ അവധിക്കാലത്താണ് തോന്നുന്നു എൻ്റെ കൊച്ചുമകൻ പഠിക്കുന്ന സ്കൂളിൽ ഞാൻ അവൻ LKG-യിലാണ്. അവിടുത്തെ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയപ്പോൾ അവിടുത്തെ പ്രാസംഗികൻ വളരെ ഈ ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ അക്രമവാസനകൾ, അസഹിഷ്ണുത, സ്വാർത്ഥത ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. പുള്ളി ഒരുതരം വ്യാകുലത അതിനെ പറ്റിയിട്ട്. ഇനി നമ്മളെല്ലാവരും പറയുന്നു കുഞ്ഞുങ്ങൾ വെച്ച് കഴിഞ്ഞാൽ
ഹൃദയത്തിൽ ദേശീയ പറഞ്ഞവരെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളവരാണ്. ആ കുഞ്ഞുങ്ങൾ വലുതായിട്ട് നമ്മുടെ കൺമുന്നിൽ തന്നെ വലുതായി. എന്തുകൊണ്ട് അവരിങ്ങനെ ഒരു രീതിയിൽ എത്തിച്ചേരും? ഞാൻ എനിക്ക് ജോലി ചെയ്യാൻ കിട്ടിയുള്ള സ്ഥലങ്ങളൊക്കെ പോലെ സൗഭാഗ്യം ഉണ്ടായിട്ടില്ല. ഞാൻ വളരെ ആഫ്രിക്കൻ സൈഡിലുണ്ടായിരുന്നു, ഇറാഖിലാണ്. അങ്ങനത്തെ സ്ഥലങ്ങൾ അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഒരുപാട് സമയം കണ്ടു. ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ തന്നെയാണ് ഇതിൻ്റെ കാരണക്കാർ. ഞാൻ നിങ്ങൾ നമ്മളൊക്കെപ്പെടുന്ന സമൂഹമാണ് ഇതിന് കാരണക്കാർ. കാരണം നമ്മളവരെ എന്താ പഠിപ്പിക്കുന്നത്? നമ്മൾ അവരെ സ്നേഹം പകർന്നു നൽകുന്നതിൻ്റെ അല്ലെങ്കിൽ എന്തൊരു സാധനം പങ്കുവെക്കുന്നതിൻ്റെ സന്തോഷം അവരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് മുന്നേറണം, വെട്ടിപ്പിടിക്കണം, ജീവിത വിജയം മാത്രമാകണം എൻ്റെ ലക്ഷ്യം. ഇത് പറഞ്ഞാണ് നമ്മൾ കുട്ടികളെ വളർത്തുന്നത്. അവരത് കേട്ട് പഠിക്കുന്നു. നമുക്ക് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ പ്രാവർത്തികമാക്കുന്നു. അത് പറഞ്ഞ പോലെ വിരക്ഷത നമുക്ക് മുൻപേക്ക് കൊല്ലുന്നു. അപ്പം നമുക്ക് എല്ലാവരും വിഷമമായി ജാഗ്രതപ്പെടുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെയാണ്? ഇവിടെയാണ് നമ്മൾ നമ്മുടെ കുട്ടിക്കാലം നോക്കുന്നത്. നമ്മുടെ കുട്ടിക്കാലം ഇങ്ങനെയായിരുന്നു അല്ല. ഇല്ലായ്മയുടെ നാളുകളിലും നമ്മൾ എന്തൊക്കെ പങ്കുവെച്ച് സ്നേഹത്തോടെ വളർന്നു വന്ന ഒരു നല്ല കാലം നമുക്കുണ്ടായിരുന്നു. ആ കാലം അല്ലെങ്കിൽ അന്നത്തെ നന്മകളൊക്കെ നമുക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിച്ചു, ഒത്തുചേരലുകൾ സംഘടിപ്പിച്ചു നമ്മൾ ആ കാലത്തെ ഓർമ്മിച്ചെടുക്കണം. ആ നന്മകൾ നമ്മൾ വീണ്ടെടുക്കണം. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകണം. അങ്ങനെ നല്ലൊരു സമൂഹം നമ്മൾ ഉണ്ടാക്കണം. ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞാൽ ഞാൻ ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല. ഇന്ന് ഒരു ദിവസം ഇത് വേണമെങ്കിൽ കാലത്ത് 10 മണിക്ക് തുടങ്ങിയിട്ട് 12:30 അല്ലെങ്കിൽ 4 മണിക്ക് അവസാനിക്കുന്ന ഒരു ഒത്തുചേരലാണ്. പക്ഷെ അതിൻ്റെ പിന്നിൽ ടീച്ചർ പറഞ്ഞതുപോലെ ടീച്ചർ പറഞ്ഞതുപോലെ കഴിഞ്ഞ ജൂൺ തൊട്ടിട്ടോ അല്ലെങ്കിൽ അതിന് മുന്നേ വളരെ സമയം പ്രവർത്തിച്ച് സംഘാടനം നല്ല രീതിയിൽ ചെയ്ത ഒരുപാട് പേരുണ്ട്. ഓക്കെ, അവരുടെ എല്ലാം നമ്മളുടെ എല്ലാം ക്ഷണം സ്വീകരിച്ചിട്ട് ശാരീരികമായ ആവശ്യങ്ങൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രധാന അധ്യാപകൻ രാധാകൃഷ്ണ സാറിൻ്റെ വിളിച്ചപ്പോൾ അങ്ങയുടെ മകനാണ് പറഞ്ഞത്, ഞാൻ കൊണ്ടുവരാം, അച്ഛന് യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അച്ഛനെ വിളിച്ച് ഒരുപാട് നേരം സംസാരിക്കണമെന്ന് നിർബന്ധം പിടിക്കരുത്, അത്ര ബുദ്ധിമുട്ടുകൾ സാറിനുണ്ട്, എന്നിട്ടും ഇവിടെ എത്തിച്ചേർന്നു. ഞാൻ പറഞ്ഞു നമ്മളെല്ലാവരും ചിലപ്പോൾ 10:30 10:45 ഇവിടെ വന്നിട്ടുണ്ടായിരിക്കാം. 10 മണിക്ക് വിളിച്ചപ്പോൾ 9:50 തന്നെ കൃത്യം സമയത്ത്. ഇതാണ് മാഷ് നമുക്ക് പഠിപ്പിച്ചുള്ള പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ക്വാളിറ്റിയാണ് പഠിപ്പിച്ചുള്ള സാറാണ്. അത് ഇത്രയും വയസ്സിൽ സാർ അത് കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. സാറിവിടെ 9:50 എത്തിച്ചേർന്നു. ഓക്കെ, സാറിന് വളരെ ഒരു ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അതുപോലെ മറ്റ് ടീച്ചറുകൾ, ഞാൻ എല്ലാ ടീച്ചേഴ്സിൻ്റെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം ഇപ്പോൾ തന്നെ നേരം വൈകി. നമ്മുടെ തൊട്ടടുത്ത ബാച്ച് ടീച്ചേഴ്സിനെ കൊണ്ടുപോകാനായിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. ഓരോരുത്തരെയും ഞാൻ പേര് പറയുന്നില്ല. എല്ലാ അധ്യാപികമാർക്കും അധ്യാപകന്മാർക്കും എൻ്റെ നന്ദി. അതുപോലെ ഇതിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള സഹപാഠികൾ, കൂട്ടുകാർ, അവർക്കെല്ലാവർക്കും ഈ കൂട്ടായ്മയുടെ പേരിലും അതുപോലെ എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വർഷം ഏകദേശം കഴിയാതായി 2 വർഷമേ ഉള്ളൂ, 2 ദിവസമേ ഉള്ളൂ ഇനി ബാക്കി. എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ നല്ലൊരു 2020 ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു രമേശ്. നല്ലൊരു പേര് കൊടുക്കും. പറഞ്ഞോ, റെഡി 1 2 3 സ്റ്റാർട്ട്. ഹോളിഡേ എന്നിട്ട് റെഡി 1